ഇന്ന് നമ്മൾ ആദ്യമായിട്ടൊന്ന് പുറത്തേക്ക് ഇറങ്ങിയാണ്. ഗ്രാമങ്ങളിലൊക്കെ ഒന്ന് കടക്കാം എന്ന് വിചാരിച്ച് പുറത്തേക്കൊന്ന് കറങ്ങാൻ ഇറങ്ങിയത്. കൂടെ ശശിയുണ്ട്, നമ്മുടെ സുഹൃത്താണ്. ഇതാണ് നമ്മുടെ ഹോസ്റ്റൽ. അവിടെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങി നടവഴിക്കൂടെ നടക്കണം. ഇന്ന് ഈ ക്രിസ്മസ് ട്രീ പോലത്തെ മരങ്ങൾ നമുക്ക് സൈഡിൽ കാണാം. ഇത് നമ്മുടെ നാട്ടിലത്തെ 800 പോലത്തെ വണ്ടികളാണ് ഇവിടെ ഉള്ളത്. എവിടെയും സാധാരണക്കാരുണ്ട് എന്ന് മനസ്സിലായി. ഇത് പുതിയൊരു വീടാണ്, പുതിയ വീട് പണി നടക്കുകയാണ്. അതിൻ്റെ പണിക്കാരൻ പ്ലംബിങ് ഐറ്റംസ് വാങ്ങിച്ചിട്ട് പോകുന്നതാണ്. ഇവിടുത്തെ എല്ലാ വീടുകളും ഇങ്ങനെ സ്ലോപ്പായിരിക്കും, അതായത് മഞ്ഞ് വീണ് കഴിഞ്ഞാൽ വീണു പോകാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു നിർമ്മിക്കണേ. പിന്നെ മഞ്ഞുകാലമായി കഴിഞ്ഞാൽ ഈ സൈഡിലത്തെ ചെടികളൊക്കെ ഇവരിങ്ങനെ വെട്ടി വെടുപ്പാക്കി നിർത്തും. പിന്നെ മരങ്ങളെല്ലാം ഇങ്ങനെ ഇല കൊഴിഞ്ഞ് വീഴും. ഇനി ഇത് മഞ്ഞുകാലം മാറുന്നതോടുകൂടി ഈ ഇല വരുള്ളൂ. അത്ര നാളിങ്ങനെ കമ്പുകൾ മാത്രമായിട്ട് നിൽക്കും. ഇത് നമ്മുടെ ഒരു നടപ്പാതയാണ്. ഇങ്ങനെ ആദ്യമായിട്ടാണ് ഈ വഴി കൂടെ പോണത്. അങ്ങനെ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് ഇങ്ങനെ തണുപ്പത്ത് കോട്ടൊക്കെ ഇട്ട് നടക്കണേ. കൈയൊക്കെ നന്നായിട്ട് മരവിക്കുന്നുണ്ട്. ഈ കാണുന്നത് ഇവിടുത്തെ കൊറിയറിൻ്റെ ബോക്സാണ്. നമുക്ക് എന്തെങ്കിലും കൊറിയർ ഉണ്ടെങ്കിൽ ആ ബോക്സിലുണ്ടാവും. അത് നമ്മൾ അതിൻ്റെ പാസ്പോർട്ട് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതെവിടുത്തെ പള്ളിയോ കപ്പോളയോ അങ്ങനെ എന്തോ ആണ്. ഉള്ളിലേക്ക് കാര്യമായിട്ടൊന്നും കാണാൻ പറ്റുന്നില്ല, എന്നാലും ഞങ്ങൾ ജസ്റ്റ് കണ്ടു. അത്യാവശ്യം വലിയൊരു ബിൽഡിങ്ങാണ് ഇത്. അതിൻ്റെ ചേർന്ന് തന്നെ കുട്ടികൾക്ക് കളിക്കാനുള്ള പാർക്ക് എല്ലാം ഉണ്ട്. ഇത് നമ്മുടെ പബ്ലിക് ട്രാൻസ്പോർട്ടാണ്. നമ്മുടെ നാട്ടിലെ മാതിരിയല്ല, ബസ് സ്റ്റോപ്പിലേ നിർത്തുള്ളൂ, കൈയായിട്ടേ നിർത്തില്ല.